നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് BJP അധികാരം പിടിച്ച തിരുവനന്തപുരം നഗരസഭയിൽ BJP മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പല വിഷയങ്ങളിലും അവർ സമയപരിധിയില്ലാതെ ഇടപെട്ടു, അതിനെല്ലാം പരിഹാരം കണ്ടു. അപ്പോഴാണ് ഈ അന്തം കമ്മികൾ അവരുടെ ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത്. ആ കുപ്രചരണങ്ങൾ നടത്തുന്നത് പോകട്ടെ, കാരണം അന്തം കമ്മികളെ സംബന്ധിച്ചിടത്തോളം അപവാദമാണ് അവരുടെ പ്രധാന ആയുധം. പരിഹാസം, അപവാദം, പടച്ചുണ്ടാക്കൽ, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വല്ലാത്ത തമാശയുണ്ടാക്കുന്നതാണ്. ഇവരുടെയൊക്കെ തലച്ചോറിൽ ക്ലാവ് പിടിച്ചു പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് ആര്യ രാജേന്ദ്രനെ തിരിച്ചു വിളിക്കാൻ തിരുവനന്തപുരംകാർ, ആദ്യം ഞാനിത് കണ്ടപ്പോൾ കരുതിയത് ഇതൊരു ട്രോളാണെന്നാണ്. പക്ഷേ പല ഭാരവാഹിത്വമുള്ള അന്തം കമ്മികളുടെ, പല സംഘടനകളുടെയും ഭാരവാഹിത്വമുള്ള അന്തം കമ്മികളുടെ പേജുകളിൽ പോലും അവർ വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആര്യ രാജേന്ദ്രനെ തിരിച്ചു വിളിക്കാൻ ആളുകൾ മുറവിളി കൂട്ടുന്നു. ഇവിടെ തിരുവനന്തപുരം നഗരത്തിലെ തട്ടുകടക്കാർ ആര്യ രാജേന്ദ്രനെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നൊക്കെയാണ്. തിരിച്ചു വിളിക്കാൻ ആര്യ രാജേന്ദ്രൻ ഇവിടുന്ന് ലീവിന് അവധിക്ക് പോയ ഒരാളല്ലല്ലോ. ആര്യ രാജേന്ദ്രനെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയതാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു വെളിവ് ഇവരുടെ തലക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ഇങ്ങനെ നിരന്തരം വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്. ഈ CPMകാർ തന്നെയാണ്. ഇവിടെ തൊഴിലിടങ്ങൾ പൂട്ടിക്കുന്നത് ഇവർ തന്നെയാണ്. ജനജീവിതം ദുസ്സഹമാക്കുന്നത് ഇവർ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടത്തിയ, പിണറായി വിജയൻ്റെ ഭരണത്തിനിടയിൽ നടത്തിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വഴിവിട്ട പല കാര്യങ്ങളും പോലീസിനെ കൊണ്ട് ചെയ്യിച്ചു, ഒരുപാട് പേരെ വേട്ടയാടി. എന്തായാലും നമുക്ക് രാജേന്ദ്രനിലേക്ക് വരാം. ആര്യ രാജേന്ദ്രനെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള നിലയിലാണ് പൊക്കി കാണിച്ചത് CPM. പക്ഷേ 5 വർഷം കൊണ്ട് തകർത്തു തരിപ്പണമാക്കി കൊടുത്തു തിരുവനന്തപുരം നഗരസഭയെ. എന്ന് മാത്രമല്ല, 45 വർഷത്തിനു ശേഷം ഭരണം BJPയെ വളരെ ഭംഗിയായി ഏൽപ്പിക്കുകയും ചെയ്തു കൊടുത്തു ആര്യ രാജേന്ദ്രൻ. അതിനുശേഷം ആര്യ രാജേന്ദ്രനെ പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പൂജപ്പുരയിൽ, CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പൂജപ്പുരയിൽ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുമ്പോൾ ഒരു അന്യയെ പോലെ ആര്യ രാജേന്ദ്രൻ കുഞ്ഞിനെയും കൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ്. അന്ന് ഒരുപാട് പേർ സന്തോഷിച്ചു. കാരണം യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ബസ് ഡ്രൈവറെ ബസ് തടഞ്ഞിട്ട് അധിക്ഷേപിക്കുകയും അയാളെ ആക്രമിക്കാൻ തുടങ്ങുകയും ഒടുവിൽ അയാൾക്കെതിരെ കള്ളക്കേസ് എടുപ്പിക്കുകയും പിന്നീട് അയാളുടെ ജോലി തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത കാര്യമൊന്നും നമ്മളാരും മറന്നിട്ടില്ല. സ്വന്തം ഭർത്താവ് ബാലുശ്ശേരിയിൽ മത്സരിച്ചിട്ട് പോലും ആര്യ രാജേന്ദ്രൻ ഒരു ദിവസം പോലും അവിടെ പ്രചാരണത്തിന് പോയതായി നമുക്കറിവില്ല. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് പോലും ആര്യ രാജേന്ദ്രൻ പ്രചാരണത്തിന് ഇറങ്ങിയില്ല. പിന്നീട് പൂജപ്പുരയിൽ ആര്യ രാജേന്ദ്രൻ അനാഥയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നത് മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് വലിയ ചർച്ചാ വിഷയമായി. അത് പാർട്ടിക്കും ആര്യ രാജേന്ദ്രനുമൊക്കെ നാണക്കേടായതിനു ശേഷമാണ് ശിവൻകുട്ടി ഒരു തുറന്ന ജീപ്പിൽ പ്രകടനം നടത്തിയപ്പോൾ അതിൽ ആര്യ രാജേന്ദ്രൻ വലിഞ്ഞു കയറി നിന്നത്, ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ആര്യ രാജേന്ദ്രനെ. രാഷ്ട്രീയമായി ആര്യ രാജേന്ദ്രൻ എത്രയോ മുകളിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവരുടെ സംസാരം, പെരുമാറ്റം, ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പ്രതിപക്ഷത്തെ പോലും അവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമായി വന്നിരുന്ന ഒരു പ്രഹസനമൊക്കെ കാണിക്കുകയും ഫോട്ടോഷൂട്ട് ചെയ്യുകയും മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതൊക്കെ ജനങ്ങളിൽ അഭിമാനത്തിന് പകരം അപമാനമാണ് ഉണ്ടാക്കിയത് എന്ന് മാത്രം. ഇവിടെ ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്ത് യുവതിയായ ഒരു പ്രധാനമന്ത്രി അവർ പ്രസവശേഷം കുഞ്ഞുമായി വന്ന് പാർലമെൻറ്റിൽ ഇരിക്കുന്നതും കുഞ്ഞിനെ മുലയൂട്ടുന്നതും ഒക്കെ കണ്ടുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനും ഇതിലിറങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഫലം തിരിച്ചായി പോയി എന്ന് മാത്രം. ആര്യ രാജേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നത് പോലും ആളുകൾക്ക് ഇപ്പോൾ ചിരിയാണ്. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അഹങ്കാരം അവരെ എവിടെ എത്തിച്ചു എന്ന് ആര്യ രാജേന്ദ്രൻ തെളിയിച്ചിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ്റെ കാലത്താണ് ഇവിടെ നിരവധി അഴിമതികൾ നടന്നത്. ഇല്ലാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങളാണ് എഴുതിയെടുത്തത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി. മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്ന വകയിൽ വീണ്ടും 10,000 എഴുതിയെടുത്തു. അങ്ങനെ കെട്ടിട നികുതി വെട്ടിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ആര്യ രാജേന്ദ്രൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്തം കമ്മികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം പ്രചാരണങ്ങളൊക്കെ നടത്തിക്കോളൂ, പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവിടെ ആര്യ രാജേന്ദ്രനെ തിരിച്ചു വിളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അപഹാസ്യരാകുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം.